മമ്മൂട്ടി, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ കളങ്കാവൽ തിയേറ്ററുകളിൽ ഗംഭീര കളക്ഷൻ നേടി മുന്നേറുകയാണ്. മൂന്നാം വാരത്തിലേക്ക് കടന്ന ചിത്രം 187-ലധികം തിയേറ്ററുകളിലാണ് പ്രദർശനം തുടരുന്നത്. OTTയിൽ എത്തുന്നതിന് മുൻപ് 100 കോടി ക്ലബ്ബിൽ ചിത്രം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. മലയാള സിനിമാസ്വാദകർക്ക് പുത്തൻ കാഴ്ച വിസ്മയം സമ്മാനിച്ച സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ പ്രതിനായക കഥാപാത്രവും വിനായകന്റെ നായക കഥാപാത്രവുമാണ് ഇന്നെങ്ങും ചർച്ചയാവുന്നത്. മമ്മൂട്ടി സ്റ്റാൻലി എന്ന വില്ലനായി തകർത്താടിയപ്പോൾ പോലീസ് വേഷത്തിൽ വിനായകനും നിറഞ്ഞുനിന്നു. സൈനൈഡ് മോഹൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമായ കളങ്കാവലിന് ഇപ്പോഴും ഗംഭീര ബുക്കിംഗാണ് കേരളത്തിലുടനീളം ലഭിക്കുന്നത്. ആദ്യ ഷോ കഴിഞ്ഞതിനു പിന്നാലെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ കളങ്കാവൽ ആദ്യവാരത്തിൽ തന്നെ 50 കോടി ക്ലബ്ബിലെത്തിയിരുന്നു. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. 187-ലധികം തിയേറ്ററുകളിലാണ് കളങ്കാവൽ ഇപ്പോൾ പ്രദർശനം തുടരുന്നത്. കേരളത്തിലെ മാത്രം കണക്കുകളാണിത്. ഇതിനിടെ സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും പുറത്തുവരികയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 77.75 കോടിയാണ് കളങ്കാവൽ ആഗോളതലത്തിൽ നിന്ന് ഇതുവരെ സ്വന്തമാക്കിയത്. 13 ദിവസം കൊണ്ട് 34.3 കോടി രൂപയാണ് ചിത്രം ഇന്ത്യ നെറ്റ് കളക്ഷനായി നേടിയത്. ഓവർസീസിൽ നിന്നും 37.3 കോടിയും ഇന്ത്യ ഗ്രോസായി 40.45 കോടിയും കളങ്കാവൽ നേടി. 33.9 കോടി രൂപ ചിത്രം കേരളത്തിൽ നിന്ന് നേടിയപ്പോൾ കർണാടകയിൽ നിന്നും 2.85 കോടിയാണ് നേടിയത്. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് 43 ലക്ഷവും തമിഴ്നാട്ടിൽ നിന്ന് 2.28 കോടിയും ചിത്രം സ്വന്തമാക്കി. ഈ വാരത്തോടെ 80 കോടി എന്ന നേട്ടത്തിലേക്ക് കളങ്കാവൽ കടക്കുമെന്നാണ് നിഗമനം. ചിത്രം വൈകാതെ 100 കോടി കളക്ഷൻ പിന്നിടുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം പുതിയ റിലീസുകൾ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും കളങ്കാവലിന്റെ മികച്ച ബുക്കിംഗ് ലഭിക്കുന്നുണ്ട്. അതിനിടെ സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. വിവരങ്ങൾ പ്രകാരം സോണി ലിവിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം ലഭിച്ചിരിക്കുന്നത്. കരാർ അനുസരിച്ചുള്ള തിയേറ്റർ ദിനങ്ങൾ പൂർത്തിയാക്കിയാൽ ഒന്നിലധികം ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. സോണി ലിവ് OTT റിലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ സ്ട്രീമിംഗ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ, മാളവിക, ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.